ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാഗർ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ വരുണും എത്തുകയാണ്. ഷിനെ കാത്തു നിൽക്കുന്ന കൺമണി വരുണിനെ കാണുന്നുണ്ട്. വരുൺ തന്നെ കാണണ്ടെന്ന് വിചാരിച്ച് കൺമണി വേഗം തന്നെ വരുണിൽ നിന്നും മറഞ്ഞു നിൽക്കുകയാണ്. വരുൺ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് മാനസിയെ വിളിക്കുന്നുണ്ട്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. കൺമണി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇറങ്ങിക്കൊടുത്തതല്ല, കൃഷിന്റെ കൂടെ നടന്ന് കൺമണിയും ആൾക്കാരെ തല്ലാനൊക്കെ ടെക്നിക്കൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വരുൺ പറയുമ്പോ മാനസ പറയുന്നുണ്ട്, വരുണിനെ കൺമണി തല്ലിയെന്നോ? ആണമില്ലേ വരുണെ നിനക്കിങ്ങനെ പറയാൻ? അവളെ ചവിട്ടി കൂട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട്, ചവിട്ടി കൂട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നോ, പക്ഷെ കാലു പൊന്തിയിട്ട് വേണ്ടേ? ചവിട്ടി കൂട്ടിയിരുന്നെങ്കിൽ അവൾ എന്നെ കൊല്ലുമായിരുന്നു. സമയത്ത് ശരിക്കും ബാധ കൂടിയ പോലെയായിരുന്നു അവൾ. അതിലും മാനസേ, ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. അതിലും ഇത്രയായി, ഇനി ഞാൻ അവളുടെ അവസാനം കണ്ടിട്ടേ അടങ്ങൂ. ഇതിനിടയ്ക്ക് ഞാൻ ചത്താലും ശരി, ഞാനതങ്ങ് സഹിച്ചു. എനിക്ക് മാനസിയൊന്ന് കാണണം. മനസ്സ് ഇപ്പൊ എവിടെയാന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. മാനസ അപ്പൊ പറയുന്നുണ്ട്, ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ഷിന്റെ അച്ഛനില്ലേ സാഗർ അങ്കിളിന് അറ്റാക്ക് ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആണ്. വരുൺ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട്, അന്നത്തെ ഡിസൈൻ കേസില്ലേ, ഇതിലടികൊണ്ട് അനിരുദ്ധ് സാർ ഇവിടെ അഡ്മിറ്റ് ആണ്. നമ്പർ C3 കാര്യം ചെയ്യാം, നമുക്ക് CIയുടെ റൂമിൽ കാണാം. അങ്ങോട്ടേക്ക് വായോ എന്ന് വരുൺ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം കൺമണി കൃഷിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി അപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ കൺമണിയെ കാണുമ്പോ പറയുന്നുണ്ട്, കൺമണി അങ്ങോട്ട് വായോ. പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, വേണ്ട സാർ, ഇനിയൊരു ബഹളത്തിനൊന്നും നിൽക്കണ്ട, ഒരു ഹോസ്പിറ്റലല്ലേ. സാറ് വരുന്നത് മാനസ കണ്ടോ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, കാണണമെങ്കിൽ കാണട്ടെ, ഇപ്പൊ ഒളിവും മറവും വെച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാരും അറിയട്ടെ. എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ടല്ലോ. അല്ല, ആ വരുണിന്റെ തലവേദന ഒഴിഞ്ഞല്ലേ എന്ന് കൃഷി ചോദിക്കുന്നുണ്ട്. കൺമണി അപ്പോ ആകെ മൂഡ് ഔട്ടായിട്ടാണ് കൃഷിന് മറുപടി കൊടുക്കുന്നത്. കൃഷി അപ്പൊ ചോദിക്കുന്നുണ്ട്, കൺമണി എന്താ പ്രശ്നം? ഇതില് പിന്നെയും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? നീ എന്താകെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ കൺമണി ഒന്നുമില്ല സാർ എന്ന് പറയാണ്. കൃഷി എന്നിട്ട് പറയുന്നുണ്ട്, കൺമണി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ബലരാമന്റെ സഹോദരിയില്ലേ ഭാഗ്യശ്രീ, ഇന്നവൾ ദേവ്ജിയെ കാണാനായി ഓഫീസിൽ പോയിരുന്നു. കൂടെ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. ബലരാമനെ ഇവിടെ ICUയിൽ അഡ്മിറ്റ് ആക്കിയ ദിവസം തന്നെ അവന്റെ അനിയത്തിയുടെ ഓഫീസിൽ എത്തുന്നു. കോയിൻസിഡൻസ് അല്ലാത്തതുപോലെ കൺമണിക്കും അങ്ങനെ തോന്നുന്നില്ലേ? അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്തായാലും കറക്റ്റ് ആണ്. മെസ്സിയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. സാറ് ആ ഭാഗ്യശ്രീയോട് കുറെ നേരം സംസാരിച്ചു അത്രേ. ഇതൊക്കെ പറഞ്ഞത് മാനസികമായതുകൊണ്ട് തന്നെ ഞാൻ ദേവ് സാറിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ന്യായീകരണം ആന്റിയമ്മയ്ക്ക് ഇഷ്ടായില്ല. അവിടെ കുറെ തർക്കമൊക്കെ ഉണ്ടായി. പക്ഷെ ഞാനും ഇപ്പോൾ ചിന്തിക്കുകയാണ്, എന്തിനായിരിക്കും ഭാഗ്യശ്രീ അങ്ങോട്ടേക്ക് വന്നത്? എന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കോ ആ വരവിൽ എന്ന് കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, രഹസ്യമുണ്ട് സാർ. കൺമണി പറയാണ്. കൃഷി അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി, നീ ഇത്ര ഉറപ്പിച്ചു പറയണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും അറിയോ? ദേവ് സാറ് വിളിച്ചപ്പോ പറഞ്ഞു കൺമണി എല്ലാം പറയുമെന്ന്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, എനിക്കറിയാം സാർ. അതിനു മുന്നേ എനിക്ക് സാറിനോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ശാന്തതയോടെ സാർ കേൾക്കണം. ഒരു സീരിയസ് ആയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത്, സാറിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, അതെ, അച്ഛന്റെ ജീവന് ഭീഷണിയുണ്ട്. അതിനെ ചെറുക്കാനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. ഈ മുതലേ ഞാൻ പറയുന്നത് അച്ഛനെ അപകടപ്പെടുത്താനാണ് ആ ബലരാമൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, അവിടെ സാറിന് തെറ്റി. ബലരാമൻ സാഗർ സാറിനെ അപകടപ്പെടുത്താനല്ല വന്നത്. വാക്കുകൊണ്ട് പോലും സാഗർ സാറിനെ ബലരാമൻ ഒന്നും ചെയ്യില്ല. ബലരാമൻ സാഗർ സാറിനെ മാത്രമല്ല സുജാത മേഡത്തെയും സാറിനെയും കൃപമോളെയും ആരെയും വേദനിപ്പിക്കില്ല. രാമന്റെ അച്ഛനും അമ്മയായ സുമിത്രയും ബാലുവുമാണ് ഫ്രോഡുകൾ. സാഗർ സാറിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിറങ്ങിയവരാണ് അവർ. കൺമണി പറയുമ്പോ കൃഷി കൺമണിയോട് ചോദിക്കുന്നുണ്ട്, അവരുടെ മകനല്ലേ ബലരാമൻ, ഇത്ര പെട്ടെന്ന് അവൻ എങ്ങനെ നല്ലവനായി? അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴില്ലെന്ന് നീ പറയുന്നു, അതിനെന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സാർ. വാസ്തവത്തിൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. ചിത്രയുടെയും ബാലഗോപാലിന്റെയും മരണത്തിൽപ്പെട്ടാണ് അയാൾ ഇങ്ങനെയായത്. പക്ഷെ ഇപ്പോ അയാൾ തിരിച്ചു വന്നു. ഇപ്പൊ നല്ലൊരു മനുഷ്യനാണ് ബലരാമൻ. ഇതിൽ കുറച്ചു ദിവസം മുമ്പ് വരെ എനിക്കും ഒന്നും അറിയില്ലായിരുന്നു എന്ന് കൺമണി പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട്, ബാലഗോപാലിനും സുമിത്രയ്ക്കും അതുകൊണ്ടാണ് ഇപ്പൊ ബലരാമനെ സ്വാധീനിക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, അല്ല, ബലരാമന്റെ അച്ഛനും അമ്മയെന്ന് ബലരാമൻ തിരിച്ചറിഞ്ഞു. ഇത്രയും കാലം ബലരാമനെ അവർ ഒരു ചാവേറാക്കുകയായിരുന്നു. ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയെയും കൊല്ലാൻ വേണ്ടിയാണ് അവർ ബലരാമനെ ഒരു ചാവേർ പോരാളിയാക്കിയത്. ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും നല്ല 2 മനുഷ്യരായിരുന്നു. ബലരാമന്റെ അമ്മ ബലരാമനെ പ്രസവിച്ചപ്പോൾ സുമിത്ര ആ കുഞ്ഞിനെ മാറ്റി മരിച്ചുപോയതായി യഥാർത്ഥ അമ്മയെ അറിയിച്ചു. രാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും പിന്നീട് 2 കുഞ്ഞുങ്ങളുണ്ടായി, ഒരാണും പെണ്ണും. കൺമണി പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണിക്ക്
കൺമണിക്ക് അവരുടെ കുടുംബം നേരിട്ട് അറിയുന്നത് പോലെയുണ്ടല്ലോ പറയുന്നത് കേട്ടാൽ. കൺമണിക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇത്രയും നേരം ഞാൻ ഒരേ ധൈര്യത്തോടെയാണ് സാറിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പതറാൻ തുടങ്ങി. എങ്ങനെ സാറിനോട് പറയണമെന്നറിയില്ല. വെട്ടി തുറന്നു പറയണോ, ഇത് ചെയ്യണം എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ഒന്ന് പറയേ കൺമണി, എന്താണെങ്കിലും നീ ഒന്ന് തുറന്നു പറയേ എന്ന് പറയുന്നുണ്ട്. കൺമണിയൊപ്പം പറയുന്നുണ്ട്, സാറിന്റെ ഏട്ടനാണ് ബലരാമൻ. കൺമണി പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട്, കൺമണി എന്താണ് പറഞ്ഞു, ഒന്നുകൂടി പറയേ എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, സാഗസാന്റെയും സുജാത മേഡത്തിന്റെയും മൂത്ത മകനാണ് ബലരാമൻ എന്ന് പറയുമ്പോൾ കൃഷി ആകെ ഷോക്കാവുകയാണ്. എല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് കൃഷി. വിശ്വസിക്കാനാവാതെ കൃഷി പറയുന്നുണ്ട്, ഇത് ഞാൻ വിശ്വസിക്കില്ല. നീയും ബലരാമന്റെയും ഭാഗ്യശ്രീയുടെയും പക്ഷം ചേർന്നല്ലേ ഇതൊക്കെ പറയുന്നത്. സാറും നീയും കൂടി ചേർന്ന് ആദ്യം ഗൂഢാലോചന നടത്തി കാണും. നീടായിരിക്കും ഭാഗ്യശ്രീയെ ഓഫീസിലേക്ക് വരുത്തിയത്. പറയണം, എങ്ങനെ പറയണം, ആരെ കൊണ്ട് പറയിക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിരിക്കും അവർ വന്നത്. കൃഷി പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് സത്യമാണ്. പറയണം, ആരെ കൊണ്ട് പറയിക്കണമെന്നൊക്കെ നിസ്സാറായിട്ട് ഞാൻ ആലോചിച്ചു. അവരുടെയും അഭിപ്രായത്തിൽ ഞാൻ തന്നെ പറയണമെന്നായിരുന്നു തീരുമാനം. ഇത് സാറ് കെട്ടിയ താലിയാണ്, ഇതെന്റെ ജീവനാണ്. ഇതാ ഈ താലി തൊട്ട് ഞാൻ പറയുക, പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൺമണി പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സുജാത മേഡത്തിന്റെ ആദ്യ കുഞ്ഞ് മരിച്ചതായി പറഞ്ഞില്ലേ, കുഞ്ഞാണ് ബലരാമൻ. ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ലാലി എന്ന നഴ്സിനെ സ്വാധീനിച്ചാണ് സുമിത്ര ആ കുഞ്ഞിനെ കൈക്കലാക്കിയത്. ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന കള്ളക്കഥയും പറഞ്ഞു. സാറിന് ലാലിയെ സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം സാറ് ആ ലാലിയെ പിടികൂടി. ഞങ്ങളെല്ലാം ആ ലാലിയെ കൊണ്ട് പറയിപ്പിച്ചു. സത്യത്തിൽ ഭാഗ്യശ്രീയിൽ നിന്നും ഞാൻ മുന്നേ തന്നെ എല്ലാം അറിഞ്ഞിരുന്നു. ഒരു ദിവസം വഴിയിൽ വെച്ച് പാനിക് അറ്റാക്ക് വന്നിരുന്നില്ലേ, എന്നാണ് ഭാഗ്യശ്രീ എന്നോടെല്ലാം പറഞ്ഞത്. കൂടാതെ ദേവ് സാറിനും മഹിപാൽ സാറിനും എല്ലാ കാര്യങ്ങളും അറിയാം. ഭാഗ്യശ്രീ ദേവ് സാറിനെ കാണാൻ എല്ലാ ഓഫീസിലേക്ക് പോയത് സാഗർ സാറിനെ കാണാനാണ്. കാര്യങ്ങളൊക്കെ അറിയിക്കാനും ഒരു മുന്നറിയിപ്പ് നൽകാനും എന്ന് കൺമണി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കൃഷ്. എല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന കൃഷ് ദേഷ്യത്തോടെ കൺമണിയോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോവുകയാണ്. കൺമണിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് വരുണിനെയും അനിരുദ്ധ് സാറിനെയും മാനസയെയും കാണിക്കുന്നുണ്ട്. വരുൺ അനിരുദ്ധ് സാറിനോട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടുന്നതൊക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ നിങ്ങൾക്ക് അടി കിട്ടുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഒരു യഥാർത്ഥ പോലീസുകാരനല്ലേ, നിങ്ങള് 3 പേരും തോൽക്കാനായിട്ട് ഇറങ്ങിയവരാണെന്ന് വരുൺ പറയുമ്പോ മാനസ പറയുന്നുണ്ട്, തോൽക്കാനായിട്ട് ജനിച്ചവളല്ല, ജയിക്കാനായിട്ട് തന്നെ ജനിച്ചവളാണ്, ജയിച്ചിട്ടേ മരിക്കൂ എന്ന് മാനസ പറയുന്നുണ്ട്. വരുണപ്പ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, അവൾക്കെതിരെ ഞാനൊരു ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാൻ പോവാണ്. വരുൺ പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട്, എന്തായുധമാണ് വരുൺ പ്രയോഗിക്കാൻ പോകുന്നതെന്ന്. മണിയുടെയും കൃഷിന്റെയും കല്യാണം കഴിഞ്ഞ കാര്യം അവൾ എനിക്ക് താലി കാണിച്ചു തന്നു. ഈ കാലം ഞാൻ എല്ലാവരിൽ നിന്നും ഇത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഞാനിത് ലോകത്തോട് വിളിച്ചു പറയാൻ പോവുകയാണ്, അവരും അറിയട്ടെ, എല്ലാവരും ഞെട്ടണമെന്ന് വരുൺ പറയുമ്പോ മാനസ പറയുന്നുണ്ട്, ദേ വരുണെ ബുദ്ധിമോശം കാണിക്കരുത്. കല്യാണം കഴിച്ചവരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന ലൈസൻസ് ആണ്. അവരിലുള്ള പിടിവള്ളി നമുക്ക് വിട്ടുപോകും. എനിക്ക് കൃഷിനെ കിട്ടണം, അതിനുവേണ്ടി ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണമെന്ന് മാനസ പറയുമ്പോ വരുൺ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ചിലപ്പോ തോന്നിയാൽ ഞാനത് എല്ലാവരോടും പറയുമെന്ന് പറയാണ്. മാനസ അപ്പോ പറയുന്നുണ്ട്, പ്ലീസ് വരുൺ ഇതാരോടും പറയരുത് എന്ന് പറയാണ്. വരുൺ അപ്പോ ശരി നോക്കാം, ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കൃഷി കൺമണിയെയും വിളിച്ചുകൊണ്ട് നേരെ മഹിപാലിന്റെ അടുത്തേക്ക് പോവുകയാണ്. മഹിപാല് കൃഷിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും കൃഷി ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്തു പറ്റി, അഗസാറിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ് കൃഷി. അപ്പൊ മഹിയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നിനക്കും എല്ലാം അറിയാമായിരുന്നുല്ലേ, ഒരു ഏട്ടനുള്ള കാര്യം നിനക്കും അറിയായിരുന്നില്ലേ. കൃഷി ചോദിക്കുമ്പോ മഹി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കൺമണിയപ്പ പറയുന്നുണ്ട്, ഞാനെല്ലാം പറഞ്ഞു, അഗസാറിന്റെ ജീവന് ആപത്താണെന്നുള്ള വിവരം കിട്ടി, എന്റെ മുന്നിൽ വേറൊരു വഴിയുമില്ലായിരുന്നു, കൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എന്ന് കൺമണി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ആ ചതിയനെ എനിക്കെന്റെ ഏട്ടനായി അംഗീകരിക്കാൻ കഴിയില്ല. ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ് നല്ലത്. എല്ലാവരും കൂടി എന്നെ പറഞ്ഞു പറ്റിക്കുന്നതാണ്. അവനും ഞാനും ഒരു ചോരയല്ല. അഗറിന് ഒരു മകളും ഒരു മകനേ ഉള്ളൂ, ഞാനും കൃപയും. ഇതിലും എന്തെങ്കിലും തട്ടിപ്പുകാരിയുമായിട്ട് എന്റെ അടുത്ത് വന്നിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ കണ്ണീര് കാണിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. അവനെ എന്റെ അച്ഛന്റെ മകനായി ഞാൻ അംഗീകരിക്കില്ല. അവളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കാര്യം വേറൊരാളും അറിയരുത്. സമയം ഇത് അപേക്ഷയുമാണ്, ഓർഡറുമാണ്, ആരും അറിയാൻ പാടില്ല എന്ന് കൃഷി പറയുമ്പോ മഹി പറയുന്നുണ്ട്, എന്റെ വായിൽ നിന്ന് ഇത് ഒരിക്കലും പുറത്തു പോവില്ല എന്ന് പറയാണ്. ഒന്നും സംഭവിക്കില്ല, അച്ഛനെ ഞാൻ രക്ഷിക്കും. മണി എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. നമ്മൾ തമ്മിൽ
കാണുമ്പോൾ ഒരു സൂചന കൊണ്ട് പോലും എന്നെ ഓർമ്മിപ്പിക്കരുത് ഈ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് കൃഷി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. കൺമണിയും മഹിയും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനായി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ബലരാമനെ കാണിക്കുന്നുണ്ട്. സെഡേഷനിൽ നിന്നും ബലരാമൻ മെല്ലെ ഉണരുന്നുണ്ട്. തുറക്കുന്ന ബലരാമൻ തൊട്ടടുത്ത് സുജാതയെയും സാഗറിനെയും കാണുകയാണ്. ഈ കാണുമ്പോൾ ബലരാമൻ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുജാതയ്ക്ക് ഒരുപാട് സങ്കടാവുകയാണ്. ജയിലിൽ വെച്ച് അച്ഛനെ കണ്ട് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ നിങ്ങളെ കാണാൻ വരണമെന്ന് കരുതിയതാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഒരാപത്തിൽപ്പെട്ടപ്പോൾ അച്ഛനും അമ്മയും എന്റെ അടുത്തെത്തിയതെന്ന് ബലരാമൻ പറയുമ്പോ സാഗർ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ ഞാൻ വേറെ എവിടേക്കെങ്കിലും പോകുമായിരുന്നു എന്ന് പറയുകയാണ്. പിന്നീട് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ബലരാമൻ പറയുന്നുണ്ട്, അച്ഛ അമ്മ എനിക്ക് നിങ്ങൾ മാപ്പ് തരണം, ചെയ്ത സകല തെറ്റിനും മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ കരയുകയാണ്. ബലരാമൻ പറയുന്നുണ്ട്, കുറച്ചു നേരത്തെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും എന്നെ ശപിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, തോന്നിയതല്ല, സത്യം തന്നെയാണ്, ഞങ്ങൾ നിന്നെ ശപിച്ചത് തന്നെയാണ്. ഉള്ളിടത്തു നിന്നും ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. എന്തിനാണ് എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ വരുന്നത്? മാത്രമല്ല ഞങ്ങളെ അച്ഛൻ അമ്മ എന്ന് വിളിക്കരുതെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ സാഗർ ബലരാമനോട് പറയുന്നുണ്ട്. ഞാൻ കേട്ട് വളരെ സങ്കടത്തോടെ അങ്ങനെ കിടക്കുകയാണ് ബലരാമൻ. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.